എപ്പോഴും നോക്കുന്നത്. അതായത് വിഷ്വൽ ഇല്ലെങ്കിൽ നമ്മൾ കേൾക്കില്ല. പണ്ട് റേഡിയോയിൽ നമ്മളൊരു കഥ കേട്ട് പോകുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതേപോലെ കേൾക്കുമ്പോൾ നമുക്ക് ആ സ്റ്റോറി കണക്റ്റ് ആവുന്ന പോലെയാണ്. അതിന് മെയിൻ എക്സാമ്പിൾ ആക്ച്വലി മാലിക്കും ഭീഷ്മയിലും കൂടുതലും അത് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു എല്ലാ മ്യൂസിക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്ട് ചെയ്യും. എന്നിട്ട് ക്ലൈമാക്സ് ആകുമ്പോഴേക്കും എല്ലാത്തിൻ്റെ ഒരു കമ്പൈൽഡ് ഒരു സാധനമായിരിക്കും വരുന്നത്. ലൈക്ക് മനസ്സിലായത് എനിക്ക്? എനിക്ക് വിഷ്വലി കാണാൻ പറ്റും. എടാ ഞാൻ വിഷ്വലി കാണാൻ, എടാ ഞാനൊരു ആർട്ടിസ്റ്റിക് ഗേൾ ആടാ. നീ പറയുമ്പോ എനിക്ക് മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലാവുന്നു. അതായത് വെൻ യു ക്രിയേറ്റ് മ്യൂസിക് അതങ്ങനെ നീ വിഷ്വലി കാണുന്നു. ഭീഷ്മയുടെ ഇത് എടുത്ത് നോക്കുകയാണെങ്കിൽ പറുദീസ എന്ന് പറയുന്ന പാട്ടാണ് അതിന്റെ കോർ. ഓക്കെ, ദാറ്റ്സ് ദ കോർ ഓഫ് ദ ഫിലിം. ആ കോറിനാണ് എല്ലാത്തിൻ്റെയും തീംസ് സ്പ്ലിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ലൈക്ക് മൈക്കിളിൻ്റെ തീം പറുദീസയിലുണ്ട്, ഈ ബാസിയുടെ തീമുണ്ട്, എല്ലാവരുടെ തീമും അതിൻ്റെ അകത്തു നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം ആ സോങ് കിട്ടിയതുകൊണ്ട് ബീജം ചെയ്യാൻ വലിയ പണി ഉണ്ടായിട്ടില്ല. കാരണം എല്ലാം ഒന്ന് കണക്ട് ചെയ്തത്, എന്നിട്ടാണ് പറുദീസ എന്ന് പറഞ്ഞ സോങ്ങിലോട്ട് നമ്മൾ എത്തിക്കുന്നത്. അപ്പം ലൈക്ക് അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ്. ലൈക്ക് ടേക്ക് little stems from there and here and connect everything. It's a story. ഒരു സ്റ്റോറി കേൾക്കുന്ന എങ്ങനെയാ, മ്യൂസിക്കിൽ എങ്ങനെയാ ഒരു സ്റ്റോറി കേൾക്കുക? അങ്ങനെ ഒരു ഇപ്പോൾ ചില ആൾക്കാർ പറയല്ലോ പാട്ട് കേട്ടാ ഒരു പടം കണ്ട് തീർന്ന പോലെ ഉണ്ട്. ആ സാധനം അത് കിട്ടണം, അത് ഈ മ്യൂസിക്കിന്റെ കാര്യം നമ്മളിപ്പോ